ഹായ്, എന്താ പേരെന്താ? എൻ്റെ പേര് ഷാജി. ഷാജി. ഇവിടെ തിരുവനന്തപുരം തന്നെ, അടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷാജിക്കാണ് അല്ലേ? ഇക്കയാണ്, ചേട്ടനാണോ? ഇക്കയാണ്. ഓക്കെ. അപ്പോൾ ഷാജിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു മെൻ്റലിസം മെൻ്റലിസം ട്രൈ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇല്ല ട്രൈ ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്. ആരുടെയാണ് മേജറായിട്ടും കണ്ടിട്ടുള്ളത്? അങ്ങനെയില്ല, മെൻ്റലിസം കുറച്ച് ആൾക്കാരുടെ കണ്ടിട്ടുണ്ട്. ആരുടേതൊന്നും ജസ്റ്റ് നോക്കിയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്കൊരു മെൻ്റലിസം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ കുറച്ച് പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. ഓക്കെ. ഇത് ആക്ച്വലി കളിക്കുന്ന പ്ലേയിങ് കാർഡ്സാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം ഡിഫറെൻ്റ് ആണ്. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷഫിൾ ഇവിടെ ചെയ്യാം. ഓക്കെ, മൊത്തത്തിലൊന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പോവാണ്. മീൻസ് ഇപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അപ്പോൾ ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ഷാജിക്ക് സ്റ്റോപ്പ് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ. ഇപ്പം ഈ ഒരു കാർഡ് പിടിച്ചോളൂ, അതെന്നെ കാണിക്കണ്ട. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഷാജിക്കയുടെ കയ്യിൽ ഒരു കാർഡ് ആക്ച്വലി കിട്ടിയിട്ടുണ്ടല്ലേ? ആ കാർഡിൻ്റെ അകത്ത് കാർഡുകളെക്കുറിച്ച് അറിയാമോ? ഇല്ല, അറിയത്തില്ല. കാർഡിൻ്റെ 4 ഫാമിലി ഉണ്ടാവും. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ 3 ഇതളുള്ള ക്ലബ് എന്ന് പറയുന്നുണ്ടാവും. പിന്നെ ഒരു ഇതളുള്ള സ്പെയ്ഡ് എന്ന് പറയുന്നുണ്ടാവും. ഒരു ഇതളുള്ള സ്പെയ്ഡ്, 2 ഇതളുള്ള 3 ഇതളുള്ള ക്ലബ്, അതുപോലെ തന്നെ 4 സ്ക്വയറുള്ള ഡയമണ്ട്, പിന്നെ ഹാർട്ട്. ഇപ്പോൾ കയ്യിലൊരു കാർഡ് ഉണ്ടല്ലേ? ആക്ച്വലി ഒരു കാർഡ് കൈ കിട്ടിയിട്ടുണ്ട്. ആ കാർഡിൻ്റെ അകത്തെ ചിഹ്നവും നമ്പരും സിമ്പലും അങ്ങനെ പല പല സാധനങ്ങളാണ് കാർഡിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ നമ്പരും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാവും. അതിൻ്റെ അകത്തുള്ള നമ്പർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. 1 മുതൽ 10 വരെ, അതായത് 2 മുതൽ 10 വരെയാണ് നമ്പേഴ്സ് ഉണ്ടാവുക. പിന്നെ വരുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാവും, ജെ, കെ, ക്യൂ ഇത്രയും ഉണ്ടാവും ലെറ്റേഴ്സായിട്ട്. അപ്പോൾ കാർഡിനകത്തൊരു നമ്പറാണോ ലെറ്ററാണോ ഉള്ളതെന്ന് എക്സാക്റ്റ് എനിക്കറിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. വീട്ടിൽ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്? 4 പേരുണ്ട്. 2 കുട്ടികളാണോ? 2 പേര്, മക്കളും വൈഫും ഞാൻ. ഓക്കെ. പിന്നെ അതിൻ്റെ അകത്തൊരു ചിഹ്നമുണ്ടാവും കാർഡിൻ്റെ അകത്ത്. ആ ചിഹ്നം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, കൊണ്ടുവന്നു. അതിൻ്റെ കളറൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. ആ കളറ് റെഡാണ്. റൈറ്റ്. അപ്പം പ്രായപൂർത്തിയായ കുട്ടി ഒരാളാണോ ഉള്ളത്? ഒരാൾ പ്രായപൂർത്തിയായതാണ്. അതായത് മൊത്തം നിങ്ങൾ 3 പേര് പ്രായപൂർത്തിയായ ആളുകൾ വീട്ടിലുണ്ട് അല്ലേ? അപ്പം നമ്പർ 3 ആ കാർഡിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ ആ ചിഹ്നം നിങ്ങൾ 4 പേരെ സൂചിപ്പിക്കുന്ന ഡയമണ്ടിൻ്റെ ചിഹ്നമാണെന്ന് പറഞ്ഞാൽ ഡയമണ്ടാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാമോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ചും പറയുമെന്ന് വിചാരിച്ചിരുന്നു. ഇല്ല. ഓക്കെ. അപ്പോൾ മെൻ്റലിസം എന്ന് പറയുന്നത് എൻ്റെ ഒരു ആർട്ട് ഫോമാണ്. ദെയർ ഇസ് നോ മൈൻഡ് റീഡിങ് ടെക്നിക്. താങ്ക് യു സോ മച്ച്.